യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മൈജ വിദ്വേഷ സവ ആശ വിനശ്യതി. എപ്പോഴാണോ ബ്രാഹ്മണന്മാരെ വേദത്തെ നിന്ദിക്കുക, ദേവന്മാരെ നിന്ദിക്കുക, വിപ്രന്മാരെ നിന്ദിക്കുക, സാധുക്കളെ സജ്ജനങ്ങളെ നിന്ദിക്കുക, അധർമ്മം മാത്രമായിട്ട് ധർമ്മം ചെയ്യുന്നവർക്ക് വിദ്വേഷം ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്ക് ആശ വിനശ്യതി, പെട്ടെന്ന് നമുക്ക് വിനാശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് സമയമായിട്ടുണ്ട്. പറയാണ് ഇനി സമയം എന്താണ്? നിർവൈരായ പ്രശാന്തായ സ്വസ്ഥതായ മഹാത്മനെ പ്രജ്ഞാതായ യഥാപ്രിയ അനുഷ്യേപി പരോധി പറഞ്ഞു. ഇവർക്കൊരു പുത്രനുണ്ടാകും. ആ പുത്രൻ നിർഭയനാണ്, പ്രശാന്തനാണ്. അങ്ങനെയുള്ള ഒരു പുത്രനെ ഭഗവാന്റെ ഭക്തനാണ്. ആ പുത്രനെ എപ്പോ ദ്രോഹിക്കാൻ തുടങ്ങുന്നോ ആ സമയത്ത് എന്തെല്ലാം വരങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിരണ്യകശിപുവിനെ വധിക്കും എന്നുള്ളൊരു ഉറപ്പ് ദേവന്മാർക്ക് കൊടുത്തു. അതുകൊണ്ട് ദേവന്മാരെല്ലാം സമയം പറഞ്ഞല്ലോ കുറച്ച് കാലം കൂടെ കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഈ ഹിരണ്യകശിപുവിന് 4 പുത്രന്മാരാണ്. ആരൊക്കെയാണ്? സംഹ്ലാദൻ, അരുണാദൻ, ലാദൻ, പ്രഹ്ലാദൻ എന്ന 4 പുത്രന്മാരും സിംഹിക എന്നൊരു പുത്രിയും ഉണ്ട്. ഈ 4ാമത്തെ പുത്രനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ 4ാമത്തെ പുത്രൻ. മറ്റു പുത്രന്മാരെ പോലൊന്നും ആയിരുന്നില്ല. പ്രഹ്ലാദൻ ജനിച്ചപ്പോൾ തന്നെ പ്രഹ്ലാദൻ ഭക്തനായിരുന്നു, പരമഭക്തൻ ഭഗവാന്റെ. അതെപ്പോഴൊന്നും അറിയുന്നില്ല. പ്രഹ്ലാദൻ ജനിച്ച പുത്രൻ സാധാരണ ശിശുക്കളെ പോലെയല്ല. ഇങ്ങനെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നില്ല പ്രഹ്ലാദന്. നാമം ജപിക്കുക, ജനിച്ചപ്പോൾ തൊട്ട് നാമം ജപിക്കുന്ന കുട്ടിയായിരുന്നു പ്രഹ്ലാദൻ. ഒന്നും ഹിരണ്യകശിപുവിനെ മനസ്സിലായില്ല. കുട്ടി ചെറുതായിട്ട് കുട്ടിയുടെ ഒരു വളർന്ന് വരുന്തോറും കുട്ടിയുടെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം. സാധാരണ കുട്ടികളെ പോലെ കളി ചിരി അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും നോക്കിയാലും ചില നേരത്തിൽ എന്താ സന്തുഷ്ടനായിട്ട്, ചിലപ്പോൾ ഈ ഭഗവാന്റെ അതീവ വാത്സല്യം, ആ കാരുണ്യം ഓർത്ത് കുഞ്ഞിങ്ങനെ കരയും. കാണുമ്പോഴത്തെ വെറുതെ കരയും. ചില നേരത്തും ഭഗവാൻ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നത്, ഭഗവാൻ സാമീപ്യം ഒക്കെ കണ്ടതുപോലെ ചിരിക്കും, സന്തോഷിക്കും. മറ്റൊരു നേരത്തിൽ നിന്നോ ഭക്തി ലയിച്ചങ്ങനെ പാട്ട് പാടും, നൃത്തം ചെയ്യും. വേറെ സമയത്ത് മൗനമായിട്ട് സമാധിനെ പോലെ ഇരിക്കും. ഈ സ്വഭാവമൊക്കെ കണ്ടിട്ട് ഈ വെറുതെ കരയും ചിരിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്താ പറയുക? വെറുതെ നൃത്തം ചെയ്യട്ടെ, വെറുതെ പാട്ട് പാടുക. ഇതേ സമയത്ത് നമ്മൾ പറയാനാണ് ലൂസാണ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അങ്ങനെയാണ് ഹിരണ്യകശിപു വിചാരിച്ചത്. കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നം എന്തോ ഉണ്ടെന്നാണ് ഹിരണ്യകശിപു വിചാരിച്ചത്. ഈ കുട്ടി എന്താ ഇങ്ങനെ അങ്ങനെയാണ് ഹിരണ്യകശിപു വിചാരിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊടുക്കണം. അതിനെങ്ങനെ എന്ത് ചെയ്തു? ഈ വിചിത്ര സ്വഭാവം കണ്ടിട്ട് വിചാരിച്ചു ഈ കുട്ടിയെ ഒരു ഗുരുകുലത്തിൽ പഠിക്കാൻ അയക്കാം. അങ്ങനെ ഒരു പക്ഷെ ഗുരുക്കന്മാര് അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുമല്ലോ എന്ന് ആ ഗുരുക്കന്മാർ. ആരാണ് ഈ ഗുരുക്കന്മാര്? ആദ്യമായിട്ട് ഹിരണ്യകശിപുവാണ് ഈ റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിച്ചത്. അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു ഉണ്ടാക്കിയത്. അവിടെ ആരാണ് അധ്യാപകര്? ഇവരുടെ കുലഗുരുവായ ശുക്ര മഹർഷിയുടെ ശിഷ്യന്മാരായ ചണ്ടാമർക്കന്മാരാണ് അധ്യാപകരായിട്ട് ഗുരുക്കന്മാരായിട്ട് നിയോഗിച്ചത്. അവരെ ഏൽപ്പിച്ചു ഈ കുട്ടിയെ കൊണ്ടുപോയി. കുട്ടിക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്, നല്ല പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ആ കുട്ടിയെ നേരെ ആക്കിയിട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞയച്ചു. കുട്ടി കൊടുത്തയച്ചു. അവിടെ കൊണ്ടുപോയി അവരുടെ ശുക്രവാരം അവിടെ കൊണ്ടുപോയി. പക്ഷെ അവരുടെ പാഠമൊന്നും കുട്ടിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. അവിടെ എന്താ പാഠം? അസന്മാരുടെ പാഠം. നമുക്ക് പാഠം ധർമ്മം, അധർമ്മം, അർത്ഥം, അതാ പുരുഷാർത്ഥങ്ങൾ. ധർമാർത്ഥ, ധർമ്മം, അർത്ഥ, കാമം, മോക്ഷം എന്നുള്ള ഇതാണ് 4 ഇതുണ്ട് നമുക്ക് പുരുഷാർത്ഥങ്ങൾ. പക്ഷെ അവർക്ക് ഈ മോക്ഷം നടന്നില്ല. ധർമാർത്ഥ കാമം വ്യക്തിയുണ്ട്. അർത്ഥം ഉണ്ടാക്കുക, കാമം ആസ്വദിക്കുക, അതായത് ആഗ്രഹങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുക എന്നും അവരുടെ പരാതിയിലുള്ളൂ. അപ്പൊ അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. കുട്ടിക്കാണെങ്കിൽ അത്ര ഇഷ്ടമൊന്നും ആവില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞേച്ചത് അത് കുട്ടി അവിടെ മൗനമൊക്കെ ഇരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. കുറെ കാലം അങ്ങനെ കഴിഞ്ഞ ശേഷം ഒരു മധ്യരേഖ അവധിക്കാലം വന്ന സമയത്ത് ഈ കുട്ടിയെ പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. സന്തോഷമായി. കുറെ നാൾ കഴിഞ്ഞിട്ട് കാണുകയാണ് മകനെ. അപ്പൊ ഇപ്പൊ നല്ല മാറ്റമൊക്കെ ഉണ്ടായി കാണും. കാരണം കൊണ്ടുപോയത് എന്ന് ഉദ്ദേശിച്ച കുട്ടിയെ കൊണ്ട് മടിയിൽ ഇരുത്തി ആ കുട്ടിയോട് വളരെ സ്നേഹത്തോട് കൂടി ചോദിച്ചു, അവനെ
എന്തൊക്കെയാണ് പഠിപ്പിച്ചത് ഗുരുക്കന്മാർ എന്ന് ചോദിച്ചു കുട്ടികൾ. കുട്ടിയൊക്കെ കഴിയാണ് പിള്ളാന്ന് പറയാണ് തൽസാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമർപ്പിതയാമ സഗ്രഹാദ് ഹിത്വകപാദങ്ങളും അന്തകൂപം വനംഗദോസ് ഹരിമാശ്രയേതാം. ആ കുട്ടി പറഞ്ഞു കൊടുത്തു, അച്ഛ ഈ പഠിപ്പിച്ചെന്താണെന്ന് അറിയാമോ? നല്ല കാര്യങ്ങളായി പഠിപ്പിച്ചു തന്നത്. അത് അശ്രശ്രേഷ്ഠമായ പിതാവേ, ശരീരമാണ് കാണുന്ന അഭിമാനമാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ക്ഷണഭൂപരമായ അത് നശ്വരമായ വസ്തുക്കൾ സത്യമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മുടെ ബുദ്ധിയെല്ലാം അതിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും നമുക്ക് സ്വസ്ഥത സ്വാസ്ഥ്യം തരില്ല. സത്യമെന്ന് കരുതുന്ന നാശം കാണുമ്പോൾ നമുക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാകും. ഇനിയും ഈ എന്തൊക്കെ നശിക്കാനിരിക്കുന്നു എന്നുള്ള ഭീതി നമുക്കുണ്ടാവും. ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത് പൊട്ടക്കണിച്ചിൽ കിടക്കുന്ന പോലെയാണ്. അന്ധകൂപം എന്നാ പറയുന്നത്. ഈ അന്ധകൂപം കിടക്കുന്നതിനകത്ത് ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയാമോ? ഇതെല്ലാം വിട്ടിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്യുക, ഹരിയെ തപസ് ചെയ്യാറ്. കേൾക്കണം, ഹിരണ്യകശിപു ആരെ വെറുക്കുന്നു അവൻ പേരാണ് ഹരിയത്. ഇത് കേട്ടതും ഹിരണ്യകശിപു ഹരി എന്നുള്ള നാമം കേൾക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ സ്വന്തം പുത്രനാണ് പറയുന്നത്, ഹരിയെ പോയി ഭജിക്കാൻ, ഹരിയോടൊപ്പം പോകുക, അതാണ് ഏറ്റവും നല്ലത് എന്ന്. ഇത് കേട്ടപ്പം ഒട്ടും ഇഷ്ടമായില്ല നമ്മുടെ ഹിരണ്യകശിപു. ഗുരുക്കന്മാരെ നോക്കി കൊണ്ടേ പഠിപ്പിച്ചത് എന്ത് അവര് പാവം അവരെന്ത് ചെയ്യാനോ തുടക്കകാലല്ലേ ഇനി പോകുമ്പോൾ ശരിയാവുമായിരിക്കും എന്ന് കരുതി വീണ്ടും ഗുരുക്കന്മാരെ കൂടെ പറഞ്ഞയച്ചു. കുറേ നാൾ വീണ്ടും ഇതുപോലെ പോയി അവിടെ പാഠങ്ങളൊക്കെ പഠിച്ചു. അവരെല്ലാം സന്തോഷമായി വിചാരിച്ചിട്ടിരുന്നു, നന്നായിട്ടുണ്ടാകുന്ന കുട്ടി. പോകുന്ന വഴിക്ക് ഗുരുക്കന്മാർ ചോദിച്ചു, കുട്ടി പ്രഹ്ലാദാണ്, ഇതൊന്നും ഞങ്ങളൊന്നും പഠിപ്പിച്ചൊന്നുമല്ല, പിന്നെ എവിടുന്നായിരുന്നു കിട്ടിയത്? ആര് പഠിപ്പിച്ചിട്ടൊക്കെ? ഞങ്ങൾ ഇങ്ങനത്തെ പാഠമൊന്നും എടുത്തിട്ടേ ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ട് ഭഗവാനോട് മനസ്സിലാക്കി മാത്രമേ കിട്ടുള്ളൂ. എന്നൊക്കെ നമുക്ക് കാര്യമൊന്നും അറിയില്ല, നമുക്ക് അറിയില്ല. കുട്ടിയൊന്നും പറഞ്ഞില്ല, അവനെ പഠിച്ചു. എന്തായാലും രണ്ടാമതും കൊണ്ടുപോയി കുറെ നാൾ പഠിപ്പിച്ചു. വീണ്ടും ഒരു അവധിക്കാലം വന്ന സമയത്ത് ആ മുസ്ലിംമാർ വീണ്ടും കൊണ്ടുപോയി. വീണ്ടും ഒരു അവധിക്കാലം വന്നു. ആ അവധിക്കാലം തിരിച്ചു കൊണ്ടുപോവുകയാണ്. എവിടെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ അച്ഛൻ ചോദിക്കും, അത് ഹിരണ്യകശിപു ചോദിക്കും, പ്രഹ്ലാദാൻ ഉച്യതാം ദാദാ സ്വധീതം കിഞ്ചിതുത്തമം കാലേനൈതാവതോയുഷ്മൻ യദശിക്ഷത് പുരോഗമവാൻ. ഈ മകനെ പ്രഹ്ലാദ പടിയിലൊക്കെ വെച്ച് മൂർധാവിലൊക്കെ ഉമ്മ വെച്ച് വളരെ സന്തോഷത്തിൽ കൂടി തലോടിക്കൊടുത്തോട് ചോദിച്ചു, മകനെ നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഏതാണ്? ഗുരുനാഥന്മാർ നിനക്ക് പറഞ്ഞു തന്നതിൽ ഉത്തമമായിട്ടുള്ളത് ഏതാണ് എന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയോട് ചോദിക്കും. ആ കുട്ടി എന്താ പറയുന്നത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിപ്പം സാത്വിക വിഷ്ണു ഭക്തിച്ചേ നവലക്ഷണം പ്രിയതേ ഭഗവത്യർത്ഥ തന്മീന ഇതുത്തമം. കുട്ടി പറഞ്ഞു, വളരെ ഒരു മടിയും കൂടെ കുട്ടി പറഞ്ഞു, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ നവവിധ ഭക്തികളാണ് ഞാൻ പഠിച്ചതിലേക്ക് ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള ഭക്തി. എന്നിട്ട് അച്ഛനെ അതിനെ പറ്റിയിട്ട് അങ്ങോട്ട് വിസ്തരിച്ച് പറയാൻ തുടങ്ങി. എന്താണ് ശ്രവണം, എന്താണ് അർച്ചനം എന്നൊക്കെയുള്ള കാര്യത്തിൽ വിശദീകരിച്ച് പറയാൻ തുടങ്ങി. അച്ഛാ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ ഭക്തിമാർഗം, നവവിധ ഭക്തിമാർഗമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഞാൻ കരുതുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹിരണ്യകശിപു ഗുരുക്കന്മാരെ ഒന്ന് നോക്കി, എന്താ കഥ? ഇതാണോ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞത്? എന്താണ് പഠിച്ചിരിക്കുന്നത് കുട്ടി? എന്താണ് നിങ്ങളാണെന്ന്? പാവം അവരങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഇവരൊന്നും പറഞ്ഞു കൊടുക്കല്ലോ, ഇവര് വിറയ്ക്കാൻ തുടങ്ങി. എന്താ ഞങ്ങള് അവര് പറഞ്ഞു, നമപ്രണീതം പരപ്രണീതം സുതോപദത്യേഷു തരേന്ദ്രശത്രോ നൈസർഗികോയം മധുരസ്യരാജ്യം നിയശ്ചമന്യം കവിതാസ്മമാനാം. രാജാവേ രാജാവേ, ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തൊന്നുമല്ല, ഇനി ആരെങ്കിലും വന്ന് പറഞ്ഞു കൊടുത്താൽ അതുമല്ല. ഈ കുട്ടിക്ക് ജന്മനാ തന്നെ കിട്ടിയിരിക്കുന്ന ഒരു നൈഷ്ഠിക രതിയാണ് ഇത് എന്ന് പറഞ്ഞു കൊടുത്തു. ആ കുട്ടി നൈസർഗികമായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങയുടെ ശത്രുവായ കുട്ടി ഞങ്ങൾ പറയൂ, ഞങ്ങൾ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു കൊടുത്തു. അവരിങ്ങനെ വിറച്ചു നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ചോദിച്ചു, ഹിരണ്യകശിപു ചോദിച്ചു, ഗുരുക്കന്മാർ പറഞ്ഞു തന്നെ പിന്നെ ആരങ്ങോട്ട് പറഞ്ഞു തന്നെ? ആര് പറഞ്ഞിട്ട് നീ കേട്ടത്? എങ്ങനെയാണ്
കിട്ടിയത് എങ്ങനെ ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞത് എന്താണ്? കുട്ടി പറഞ്ഞു, അച്ഛാ, ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാൻ ഇവർക്കൊന്നും അറിയില്ല. അടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങളുടെ ഗുരുക്കൾപ്പെട്ട് ജീവിക്കുന്നവരുടെ മനസ്സ് സ്വയമോ മറ്റുള്ളവരുടെ പ്രേരണയോ കൊണ്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അവരുടെ മനസ്സെപ്പോഴും അടക്കമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് മാറ്റം സംഭവിക്കില്ല. അവരവർക്ക് തോന്നണം ജീവന്റെ പരമലക്ഷ്യം ആത്മസ്വരൂപമായ ഭഗവാനാണ്, അതെയാണ് അറിയേണ്ടതെന്നുള്ളത്. അത് ആർക്ക് തോന്നണം? അവനവന് തോന്നണം. അപ്പോഴേ അത് സാധിക്കുകയുള്ളൂ. ഈ ലൗകിക സുഖവിഷയങ്ങളിലെല്ലാം ഇങ്ങനെ ആസക്തരായി അനുഭവിച്ച് തന്നെ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല എന്ന് അച്ഛനോട് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഈശ്വര മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന മകനെ കണ്ടതും അത്ഭുതത്തോടെ, അല്ലെങ്കിൽ അല്ല അത്രയ്ക്കും ഒരു കോപത്തോടെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. ആരും ഹിരണ്യകശിപു നോക്കുകയാണ്. കോപാധിക്യത്തെ ചുവന്ന കണ്ണുകളോടെ, നിനക്ക് മരണം അടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മുന്നിൽ. എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ എൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ നിനക്ക് മാത്രമാണ് എന്നെ ധിക്കരിച്ചുകൊണ്ട് ഈ ഭയം ഇല്ലാതെ ഇരിക്കുന്നത് എന്ന് കിങ്കരന്മാരെ വിളിച്ചു പറഞ്ഞു. ഇവനെ കൊണ്ട് ഏത് പ്രകാരവും വധിച്ചു കളയുവൻ. ഇനി ഇങ്ങനൊരു മകൻ എനിക്ക് വേണ്ട. എൻ്റെ ആജ്ഞ അനുസരിക്കുന്ന എല്ലാവരും. പക്ഷേ എൻ്റെ സ്വന്തം മകൻ്റെ അനുസരിക്കില്ലേ. ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് കേട് വന്നാൽ എന്ത് ചെയ്യും? ആ കേടുവന്ന അവയവം മുറിച്ച് മാറ്റും. എന്തിനു വേണ്ടി? മറ്റ് അവയവ ഭാഗത്തേക്ക് ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി മുറിച്ച് മാറ്റും. അതേപോലെ ഇവനെ കൊണ്ടുപോയി വധിച്ചു കളയുവൻ എന്ന് ആജ്ഞ ഇട്ടു ഹിരണ്യകശിപു. അപ്പോഴും നമ്മുടെ പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. പ്രഹ്ലാദനെ ഇതൊന്നും ബാധിക്കുന്നില്ല. പ്രഹ്ലാദൻ എപ്പോഴും അങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടി ഭഗവാനിൽ അങ്ങനെ അർപ്പിച്ച് നിൽക്കുന്ന കുട്ടിയാണ്. ഈ കിങ്കരന്മാർക്കാണെങ്കിൽ ഈ അസുരന്മാർക്ക് വലിയ ഇഷ്ടം കൊല്ലാൻ. കേട്ടതും അതും പ്രഹ്ലാദനെ കൊല്ലാൻ കിട്ടിയൊരു കൊച്ചു കുട്ടിയെ അവർ പൊക്കിയെടുത്ത് കൊണ്ടുപോയി അതിനെ കുട്ടിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ കിട്ടിപ്പോയി ഒരു ഇതെന്ന് വെച്ചിട്ട്. പക്ഷേ കൊണ്ടുപോയിട്ട് അവർ 18 അടവും പ്രയറ്റി നോക്കി. എന്തൊക്കെ ചെയ്തവർ? വലിയ മല ഉച്ചിയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. കുഞ്ഞിനൊരു പോറൽ പോലും ഏറ്റില്ല. ഇനിയും അതിനെ പുഴയിൽ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഒന്നും സംഭവിച്ചിട്ട് തിരമാല തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അഗ്നിയിൽ വലിച്ചെറിഞ്ഞു. അവിടുന്ന് ഒരു അത് ഏൽക്കാതെ തിരിച്ചു വന്ന് കുട്ടി തിരിച്ചു കിട്ടി. ആനയെ കൊണ്ട് ചവിട്ടിപ്പിച്ചു, കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു നോക്കി, ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാ വഴികളിലെയും കുഞ്ഞിനെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ പ്രഹ്ലാദൻ എന്ന കുട്ടിക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. ഒന്നും ആകാതെ തിരിച്ചു വന്നു. അവർ മതിയാക്കി, അവരുടെ പരിശ്രമം എല്ലാം മതിയാക്കിയിട്ട് അവർ അവസാനം പിടിച്ച് കൊണ്ടുവന്ന് ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾ എല്ലാ പണിയും നോക്കി, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, കുട്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഏതോ വിചിത്ര ജീവിയാണ്, ഇതിനെ ജീവനൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഹിരണ്യകശിപു വിചാരിച്ചു, ഇനി ഞാൻ തന്നെ അങ്ങ് കൊല്ലാം, അതാണ് നല്ലത്, ഞാൻ തന്നെ കൊന്നേക്കാം എന്ന് വിചാരിക്കുമ്പം ഈ ശണ്ടാമർക്കന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അവർ പറഞ്ഞു ആ പിഞ്ച് കുഞ്ഞിനെ കൊല്ലുന്ന കാണാൻ സഹിക്കാത്തതുകൊണ്ടാണ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ചാൻസും കൂടെ തരൂ, ഞങ്ങൾ കൊണ്ടുപോയി ഇവനെ നന്നാക്കി കൊണ്ടുവരാൻ നോക്കാം, ഒരു തവണയും കൂടെ തരൂ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് ശണ്ടാമർക്കന്മാർ പറഞ്ഞ പ്രകാരം വിട്ടുകൊടുത്തു. പ്രഹ്ലാദനെ അങ്ങനെ വീണ്ടും കൊണ്ടുപോയി ശണ്ടാമർക്കന്മാരോട് ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോയി, ആ വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയെല്ലാം അവർ ഉപദേശിച്ചു, എന്തിനാ കുട്ടി വെറുതെ ഇങ്ങനെ ചെറിയ വയസ്സിൽ മരിച്ചു പോകുന്നത്, അച്ഛൻ്റെ ഈ കോപത്തിന് എന്തിനാ നീ ആളാകുന്നത്, അച്ഛൻ പറയുന്നകൂടെ അനുസരിച്ചുകൂടെ, എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ. എന്തെങ്കിലും കുട്ടി ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല, അതൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. അവിടെ കൊണ്ട് വരുണഭാഷത്തിൽ കെട്ടിയിട്ടാണ് പിന്നെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവൻ രാഖിരാമൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോയെന്നറിയില്ല, പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ കെട്ടിയിട്ടാണ് ആ കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ കുട്ടിയെ പഠിപ്പിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രഹ്ലാദനൊന്നും കേൾക്കുന്നൊന്നുമില്ല, കാതിൽ വാങ്ങിക്കുന്നുമില്ല. അങ്ങനെയാണ് പ്രഹ്ലാദൻ ഇരിക്കുന്നത്. പക്ഷെ കേൾക്കുന്നത് പോലെ അവിടെ ഇരുന്നു, ആർക്കും ഒരു ചെയ്യാതിരുന്നു. കുറച്ചു കാലം അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഈ ശണ്ടാമർക്കന്മാർക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൊണ്ട് ആ അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് മറ്റ് അസുരക്കുട്ടികൾ ഈ പ്രഹ്ലാദനെ അടുത്ത് വന്ന് ചോദിച്ചു, പ്രഹ്ലാദ, നിന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ ഈ ഗുരുക്കന്മാർ പറയുന്നത് പഠിച്ചാൽ പോരെ, ഞങ്ങളെല്ലാം അതാണല്ലോ പഠിക്കുന്നത്, നിനക്കും അത് പോരെ, നീ എന്തിനാ ഈ വേറെ കാര്യങ്ങളിൽ ഇരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു ആ കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ആ പ്രഹ്ലാദൻ ഇവർക്ക് കൊടുക്കുന്ന ഉപദേശം, അസുരക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്താണ്?
കുട്ടികളോട് അവസരക്കുട്ടികളോട് പറയുകയാണ്, കൗമാര ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹാം ദുർലഭം മാനുഷം ജന്മ തദപ്യർത്തതം. കുട്ടികളെ, സ്നേഹിതരെ, ബുദ്ധിമാനായ മനുഷ്യന്മാർ കുട്ടിക്കാലം മുതൽക്ക് എന്ത് വേണം? ഭാഗവതധർമ്മം കേൾക്കണം, അനുഷ്ഠിക്കണം, അങ്ങനെ ആചരിക്കണം. മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ അപൂർവമാണ്. അങ്ങനെ കിട്ടുന്ന അതിനെ വെറുതെ പാഴാക്കിക്കളയരുത്. മറ്റുള്ളവർ കളയുമ്പോൾ പാഴാക്കിക്കളയരുത്. അതിനെ വേണ്ടത് ഇത് അർത്ഥസമ്പാദനത്തിനും വിഷയസുഖ അനുഭവത്തിനും മാത്രമല്ല ഈ ജന്മം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ഭാഗവതധർമ്മം ആചരിക്കണം. യഥാഹി പുരുഷസ്യേഹ വിഷ്ണോപാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃദം. ഭഗവാനെ എങ്ങനെ കാണണമെന്ന് പറയുന്നു? പ്രിയനായി, ആത്മാവായി, ഈശ്വരനായി, സുഹൃത്തായി കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഭഗവാനെ കാണുമ്പോൾ ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ദുർലഭമായി കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മത്തിന് നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ ആ കുട്ടികൾക്ക് അങ്ങോട്ട് ഉപദേശം കൊടുക്കും. പിന്നെ അങ്ങനെ ഓരോ നല്ല ഉപദേശങ്ങളാണ് പിന്നെയും കൊടുക്കുന്നത്. അത് പ്രിയനായിരിക്കുന്നതിന് നമുക്ക് ഭയത്തിൻ്റെ അവകാശമില്ല. നമ്മൾ പ്രിയപ്പെട്ടവനാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആത്മാവായിരിക്കുന്നതുകൊണ്ടും ഭയത്തിന് അവകാശമില്ല. ഇനി തന്നിൽ നിന്ന് തന്നെ തനിക്ക് ഭയം വരില്ലല്ലോ. ഭഗവാൻ നമ്മുടെ തന്നെ ആത്മാവാണ്, അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ നന്നായിട്ട് അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്തെന്ന് പറയണം, അല്ലേ? ഇന്നത്തെ കാലത്ത് പറയുന്നതാണെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്ത് കുട്ടികൾക്ക് ഇതൊക്കെ കേട്ടപ്പം തോന്നി ഇതൊക്കെ ശരിയാണല്ലോ. വെറുതെ ഇങ്ങനെ കഴിക്കുക, ജീവിക്കുക, ചുമ്മാ ഇരിക്കുന്ന കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നല്ല. അപ്പോൾ അവർ ചോദിച്ചു, പ്രഹ്ലാദ ഇതൊക്കെ നീ എപ്പോൾ പഠിച്ചു? അത് വരാം എന്നുവെച്ചാൽ 5 വയസ്സേ ഉള്ളൂ, ഇവിടെ ആരും വന്നിട്ടില്ല. അത് നാരദരാണ് എനിക്ക് ഇത് ഉപദേശിച്ച് തന്നതെന്ന്. അതെങ്ങനെ സംഭവിച്ചു? നാരദരൊന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ, എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചു? അപ്പോഴാ കഥ പറയുക. എന്താ കഥ പറയുന്നത്? ഈ കയാതു, അതായത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാതു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മന്ദരപർവ്വതത്തിൽ തപസ്സിന് പോയിരിക്കുകയായിരുന്നു. ആര്? ഹിരണ്യകശിപു. ഇന്ദ്രൻ ആ ഹിരണ്യകശിപുവിൻ്റെ രാജ്യമെല്ലാം ആക്രമിച്ചു എല്ലാവരും പിടിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് ഈ കയാതുവിനെയും പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. എന്തേ? ഇവർ ഗർഭിണിയാണ്. ഈ ഗർഭത്തിനുള്ളിൽ ഹിരണ്യകശിപുവിനെ പോലെ ഒരു ക്രൂരനായ ആരെങ്കിലും ഉണ്ടാകും, ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ എന്താണ്? ഈ കയാതുവിനെയും വധിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ സമയത്ത് നാരദർ അവിടെ വന്നു. നാരദർ പറഞ്ഞു, ഈ കയാതുവിൻ്റെ വയറ്റിൽ ഒരു ഭാഗവതോത്തമനാണ് വളരുന്നത്, ഒരിക്കലും കൊല്ലാൻ പാടില്ല, ഭാഗവതോത്തമനാണ് വളരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞപ്പോൾ കൊല്ലാതെ വിട്ടു, കയാതുവിനെ കൊല്ലാതെ നാരദർ കൂട്ടിക്കൊണ്ടുപോയി ആശ്രമത്തിൽ വെച്ചു. ഈ കയാതുവിനെ, ഗർഭിണിയായ കയാതുവിനെ അവിടെ ആശ്രമത്തിലിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് വയറ്റിൽ കിടക്കുകയാണ്, കയാതുവിൻ്റെ വയറ്റിലാണ്. ഈ കയാതുവിന് വേണ്ടി നല്ല നല്ല ഭാഗവതത്തിൻ്റെ കഥകൾ, ഭാഗവത കഥകൾ എല്ലാം ഉപദേശിച്ചു കൊടുത്തു കയാതു. പക്ഷെ കയാതു ഉറങ്ങിപ്പോയി, അസുര സ്ത്രീയല്ലേ, ഉറങ്ങിപ്പോയി. പക്ഷെ ഉള്ളിലിരുന്ന കുഞ്ഞ് ഇതെല്ലാം കേട്ടു. ഗർഭത്തിലിരിക്കുമ്പം തന്നെ കുഞ്ഞ് ഇതെല്ലാം കേട്ട് ഹൃദയസ്ഥമാക്കി. അപ്പോൾ പറയുകയാണ് പ്രഹ്ലാദൻ മറ്റു കുട്ടികളോട് പറയുകയാണ്, അന്ന് കേട്ട ഭാഗവതം എനിക്കിന്നും ഓർമ്മയുണ്ട്, ജനിച്ചപ്പോൾ മുതൽ എനിക്കത് ഓർമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ പരമഭക്തനായി മാറി, അതുകൊണ്ടാണ് എന്ന് ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് എനിക്കത് കിട്ടിയെന്നും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഇവരെല്ലാവർക്കും വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചണ്ടാമർക്കന്മാർ തിരിച്ചു വരുമ്പോൾ ദൂരേന്ന് വരുമ്പോഴേ ഒരു ആരവാരം കേൾക്കുക. എന്താണ്? ഹരേ രാമ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ചണ്ടാമർക്കന്മാരാകെ അന്തിച്ചു പോയി. ഇത് എവിടെ നിന്നാണ് ഈ കൂട്ടം വരുന്നത്? നോക്കിയപ്പോൾ എന്താ? അസുരക്കുട്ടികളെല്ലാം പ്രഹ്ലാദനോട് ചേർന്ന് നാമം ജപിക്കുക. ഇത് കണ്ടതും ചണ്ടാമർക്കന്മാർ വിചാരിച്ചു, എന്താ ഇപ്പോൾ ചെയ്യാൻ? നേരെ പിടിച്ചു പ്രഹ്ലാദനെ കൊണ്ടുപോയി ഹിരണ്യകശിപുവിൻ്റെ മുന്നിലേക്ക് വിട്ടുകൊടുത്തു. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇവ എല്ലാ അസുരക്കുട്ടികളെയും നശിപ്പിച്ചു. അവൻ മാത്രം നശിച്ച് പോരാ, ഇപ്പോൾ എല്ലാ അസുരക്കുട്ടികളെയും കൂടെ നശിപ്പിച്ചു. ഇനി അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് കൊണ്ട് ഇട്ടുകൊടുത്തു. ആ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഈ ഹിരണ്യകശിപു ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഈ കേട്ടിട്ട് കോപം കൊണ്ടങ്ങ് വിറയ്ക്കുകയാണ് ഹിരണ്യകശിപു. എന്താ കേൾക്കുന്നത്?
ചോദിച്ചു, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകരാധമാം സ്തപ്തം മച്ചാസനാദോദം നേഷുസാദ്യ യമക്ഷയം. ഹേ ദുർവിനീത, ഹേ വിനയമില്ലാത്തവനെ, മന്ദബുദ്ധി, മന്ദാത്മന, കുലഭേദക, ഈ കുലത്തെ നശിപ്പിക്കാൻ വന്ന അധമ എന്ന്. എൻ്റെ ശാസന, എൻ്റെ ആജ്ഞ എല്ലാവരും അനുസരിക്കുന്നു, പക്ഷെ നിനക്ക് മാത്രം എന്താ അനുസരിക്കാൻ പറ്റാത്ത, എന്തേ നീ അങ്ങനെ ചെയ്തത് എന്ന് ആ കോപം കൊണ്ട് അങ്ങനെ അട്ടഹസിക്കുകയാണ്, വിളിക്കുകയാണ്. നിനക്ക് ചോദിക്കുകയാണ്, കൃത്യസ്യ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വര തസ്യമേ ഭീതവും മുൻമൂട ശാസനം കിം ബലോം ബലോത്യകാം. ആരുടെ ബലം കൊണ്ടാണ് നീ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്? എന്നെ ഭയന്നിട്ടാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. എന്നെ ഭയമില്ലാതെ ജീവിക്കുന്നതിനൊക്കെ ആരാണ് ബലം തന്നത്? പ്രഹ്ലാദൻ കൈകൂപ്പിക്കൊണ്ട് എന്താ പറഞ്ഞേ, ന കേവലം മേ ഭവതച്ചരാജൻ സവൈബലം ബലിനാം പാചാപരേഷാം പരേവരസ്മി സ്ഥിരജംഗമായേ ബ്രഹ്മാദേവന വശം പ്രണീത. ഹേ പിതാവേ, എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ബലം തരുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അങ്ങേക്കിങ്ങനെ അട്ടഹസിക്കാനുള്ള ബലം ആര് തന്നുവോ അതേ ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ധൈര്യപൂർവ്വം ഇതിൽ പോകാനായിട്ടും അങ്ങേ നിരസിക്കാനുള്ള ബലം എനിക്ക് തന്നതും. എല്ലാം ഭഗവാന്റെ വശമാണ്, ഭഗവാനാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഈ അസുരഭാവത്തെ ആദ്യം വിടൂ. ജഹ്യാസുരം ഭാവം എംത്വമാത്മന, ഈ ജഹ്യ ആസുരഭാവത്തെ വിട്ടിട്ട് ഈ പറയുന്ന മനസ്സ് ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമോ. അതോടുകൂടി അങ്ങക്ക് എല്ലാത്തിനെയും സമദർശനമായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ കുറേ ഉപദേശം ആ നേരത്തും കൊടുക്കുകയാണ്. ഇതും കൂടെ കേട്ടപ്പം നമ്മുടെ ഹിരണ്യകശിപുവിന് താങ്ങാനായില്ല. ഹിരണ്യകശിപുരുവാച വ്യക്തം ത്വം അർത്ഥകാമോസി യോധിമാത്ര വിഗതസേ മുമൂർഷൂണാം ഹി മന്ദാത്മൻ നന്ദുസ്യു വിപ്ലവാഗിരാം യസ്തയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗദീശ്വര ക്വാസോ യദി സ സർവത്ര കസ്മാസ്തംബേ ന ദൃശ്യതേ സോഹം വിഗദ്ധമാനസ്യ ശിരകായ ധരാമിതേ ഗോപായേത ഹരിസ്ത്വാദ്യ യസ്തേ യസ്തേ ശരണമീപ്സിതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സൗണ്ട് കൂട്ടണേ. അടുത്ത അധ്യായത്തിലാണ് ഭഗവാന്റെ നരസിംഹാവതാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. നാമം ജപിക്കുക. നാരായണ 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 നാരായണ. അത് അഷ്ടമോധ്യായ. നാരദ ഉവാച അത് ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹുർനിരപത്യധ്വാനൈവ ഗുരുമനുശിക്ഷിതം അദാചാരസുതത്തേഷാം ബുദ്ധിമേകാന്ത സംസ്ഥിതാം ആലക്ഷ്യഭീതസ്ത്വരിതോ രാജ്ഞ ആവയതയദ്യഥാ ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹം തനയാനയം കോപാവേശചലദ്ഗാത്ര പുത്രം ഹന്തും മനോധദേ ക്ഷിത്വാ പരുഷയാ വാച പ്രഹ്ലാദമതദർഹണം ആഹേക്ഷമാണ പാപേന തിരച്ചീനേന ചക്ഷുഷ നാരായണ നാരായണ നാരായണ. നാമം ജപിക്കണേ. പ്രശ്രയാവനതം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പപാദാഹദൈവ ശ്വസൻ പ്രകൃതിദാരുണ ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകരാധമ ശബ്ദം മച്ചാസനോ ദൂതം നേഷേത്വാദ്യമക്ഷയം ക്രുദ്ധസ്യ കമ്പം ദേ ത്രയോ ലോകാ സഹേശ്വര തസ്യ മേ അഭീതമന്മൂഢ ശാസനം കിംബലോത്യക. പ്രഹ്ലാദ ഉവാച ശ്രീഹരയേ നമ. നാരായണ 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 നാരായണ. ന കേവലം മേ ഭവതശ്ചരാജൻ സവൈബലം ബലിനാം ച പരേഷാം പരേ വരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീത സൈശ്വരകാല ഉരുക്രമോസോ വോജസ്സഹോ തത്വബലേന്ദ്രിയാത്മ സൈവം വിശ്വം പരമസ്വശക്തിവിസൃജത്യവത്യത്തി ഗുണത്രയേഷ ജഹ്യാസുരം ഭാവമിമം തമാത്മനാ സമം മനോദത്സന സന്ധി വിദ്വിഷ ഹൃദയജിതാധാത്മനോൽപദസ്ഥിതാദ്ദിഹ്യനന്ദസ്യ മഹൽ സമർഹണം ദസ്യൻ പുരാഷണ്ണ വിജിത്യലുംബദോ മന്യന്തയേകേ സ്വജിതാദിശോ ദശ ജിതാത്മനോ ജജ്ഞസ്യ സമസ്യ ദേഹിനം സാധോ
സമോഹ പ്രഭവാക്കുതപ്പരെ ഹിരണ്യകശിപുരുവാച വ്യക്തം തം വർത്തുകാമോസി യോതിമാത്രം വികന്തസേ മുമൂർഷൂണാൻ ഹി മന്ദാത്മൻ നനുസ്യുർവിപ്ലവാഖിര യസ്ത്വയ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗദീശ്വര കോസോ യദി സർവത്ര കസ്മാത് സ്തംഭേന ദൃശ്യത്തെ സോഹം വിഗന്ധമാനസ്യ ശിരകായാധരാമിതേ ഗോപായേത പരിസ്വാദ്യ യസ്തേ ശരണമീംസിതം നാരായണ 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 ഏവം ദുരുക്തൈർമുഹുരർദ്ധയൻഡുഷാ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രകൃത്യോത്പതിതോ വരാസനാത് സംഭം തഥാടാദിബലസമുഷ്ടിന തദൈവ തസ്മിൻ നിനദോതി ഭീഷണോ ബഭുവയനാണ്ഡകടാഹമസ്ഫുടത് യം വൈ സ്വതിഷ്ണ്യോപഗതം തുജാദയ ശ്രുത്വാ സ്വദാമാപ്യമംഗമേനിരേ സവിക്രമൻ പുത്രപദേം സുരോജസ നിശമ്യ നിർഘ്രാതമപൂർവമദ്ഭുതം അന്തഃസഭായാം ന ദദർശ തത്പദം വിതത്ര സൂര്യേന സുരാരിയൂതവ സത്യം വിദാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷഖിലേഷു ചാത്മന അദൃശ്യതാ തദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വജ്രനഗായ വിദ്മഹേ ശീഷ്ണധംഷ്ട്രായ ധീമഹി തന്നോ നരസിംഹ പ്രചോദയാത് ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനെ നമസ്കരിക്കുക, പറയിടാം, അതുപോലെ തന്നെ നെയ്വിളക്ക് തെളിച്ച് വയ്ക്കാനൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാവുന്നതാണ് കേട്ടോ, ലൈറ്റ് ഇടാവുന്നതാണേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സത്വമേനം പരിതോപി പശ്യൻ സ്തംഭസ്യ മധ്യാതുന നിർജിതാഹനം നായം മൃഗോപി നബിനരോ നായം മൃഗോ നാഭിനരോ വിചിത്രമഹോ കിമേതൻ മൃഗേന്ദ്രരൂപം ഭീമാംസമാനസ്യ സമുദ്രിതോ ഘൃതോ നൃസിംഹരൂപസതലം ഭയാനകം പ്രതപ്തചാമീകരചണ്ഡലോചനം സ്ഫുടസ്സരാകേസരജൃംഭിതാനനം കരാളദംഷ്ട്രം കരവാള ചഞ്ചല ക്ഷുരാന്തജിത്വം ഭൃഗുടീമുഖോൽപണം സപ്തോർധകർണം ഗിരികന്ധരാത്ഭുത വ്യാതാസനാസം ഹനുമേദഭീഷണം സ്പൃശൽക്കായമദീർഘപീവരാഗ്രീവോരു വക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രം ചുഗൗരൈ ചുരിതം തനോരുഹേ വിഷഗ്ഭുജാനീകശതം നഗായുധം ദുരാസതം സർവ നിജേധരായുധ പ്രവേഗ വിദ്ധാവിധ ദൈത്യദാനവം പ്രായേണമേയം ഹരിണോരുമായി നാവത സ്മൃതോനേന സമുദിതേന കിം ഏവം ഭ്രുവം സ്തഭ്യതൽഗതായുധോ നദൻ നിസംഹം പ്രതി ദൈത്യകുഞ്ചരം അലക്ഷിതോഗ്നോ പതിത പതംഗമോ യഥാ നൃസിംഹോ ജസീസോസുരസ്തദാ നൗതൽ വിചിത്രം ഖലു സത്തദാമിനി സ്വതേജസായോനുപരപുരാപിബൽതമാം തതോപിബധ്യാഭ്യഹനൻ മഹാസുരോരുഷാ നൃസിംഹം ഗദയോരുവേഗയാം തം വിക്രമന്തം സഗദം ഗദാധരോ മഹോരകം താർച്ച്യസുതോ യഥാഗ്രഹീതം
സതസ്യ ഹസ്തോൽകലിതസ്തദാസുരോ വിക്രീഡതോ യൽദഹിർഗരുൽമദ അസാദമന്യന്ത ഹൃദൗകസോമരാകനച്ഛദാ ഭാരത സർവദിഷ്ണ്യപം തം മന്യമാനോ നിജവീര്യശങ്കിതം യദസ്തമുക്തോ നൃഹരിം മഹാസുര പുനസ്തമാസജ്ജത ഖഡ്ഗചർമ്മണി പ്രഗൃഹ്യ വേഗേന ജിതശ്രമോ മൃദേ തം ചേന വേഗം ശതചന്ദ്രപത്മഭീശരന്തമിച്ഛദ്ര ഉഭര്യധോ ഹരിം വൃദ്ധാട്ടഹാസംഘരമുത്സനോൽഭണം നിമീലിതാട്ടം ജഗൃഹേ സ്ത്വലീലയാ സന്തതേവയാത്മനെ. ശ്രീരുദ്രൗവാച കോപകാലോ യുഗാന്തസ്തേ ഹതോയമസുരോൽപക തൽസുതം പ്രാഹ്യുപസൃതം ഭക്തം ദേ ഭക്തവത്സലം. ഇന്ദ്ര ഉവാച പ്രത്യാനീയപരമഭവദാത്രായദാനസ്സഭാഗാ ദൈത്യാക്രാന്തം ഹൃദയകമലം തദ്ഗൃഹം പ്രത്യബോധി കാലഗ്രസ്തം ഗീയതമഹോ നാദശുശ്രൂഷതാം ദേ മുക്തിസ്തേഷന്ന ഹി ബഹൂത ബഹുമതാ നാരസിംഹാപരൈക്യം. ഋഷയാഊജു ത്വം നസ്തവ പരമമാധ യഥാത്മതേജോ യേനേതമാദിപുരുഷാത്മഗതം സസർജ തദ്വിപ്ലബ്ധമനുനാദിശരണ്യപാല രക്ഷാഗൃഹീതവപുഷഃ പുനരന്വംസ്താം. പ്രസവം തനുജേ ദത്താനി തീർത്ഥസമയേപി ഭവൽതലാംഭോ തസ്വദാ ഹരേ സവൃജിനാവസാദിതോ നരസിംഹനാഥ വിഭവായ നോ ഭവ വിഷ്ണുപാർഷദാ ഊജു അദ്വൈത ഹരി നര രൂപമത്ഭുതം ദേ ദൃഷ്ടം ന ശരണത സർവലോകശർമ്മ സോയം ദേവിധികരൈഷ വിപ്രശബ്ദസ്തേദം നിധനമനുഗ്രഹായ വിദ്മഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമംസ്യം സംവിധായം സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ദൈത്യരാജവധേ നൃസിംഹവസ്തവോ നാമാഷ്ടമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നരസിംഹമൂർത്തി ഭഗവാന് കീ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പ്രഹ്ലാദ കഥ കേട്ടുണർന്നു ഉള്ളിൽ നരസിംഹരൂപം ഉയർന്നു. ക്ഷിപ്രപ്രസാദിയാം നരസിംഹമൂർത്തിയെ പ്രണമിക്കും ജീവിതം ധന്യം. പ്രണമിക്കും ജീവിതം ധന്യം. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഉലയാത്ത പ്രഹ്ലാദ ഭക്തിക്കു മുന്നിൽ പ്രത്യക്ഷമായ നരസിംഹമേ. ഉലയാത്ത പ്രഹ്ലാദ ഭക്തിക്കു മുന്നിൽ പ്രത്യക്ഷനായ നരസിംഹമേ. ഓരോ നിമിഷവും ഞാനോർത്തു പാടുന്നു. ഓരോ നിമിഷവും ഞാനോർത്തു പാടുന്നു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗായത്രി പാടി പ്രഭാതം
കൊളുത്തുന്ന നേരവും ഗായത്രി പാടി പ്രഭാതം വരുമ്പോഴും സന്ധ്യതൻ ദീപം കൊളുത്തുന്ന നേരവും അടിയനിൽ എപ്പോഴും കനിയേണമേ പ്രഭു, അടിയനിൽ എപ്പോഴും കനിയേണമേ പ്രഭു. മഹനീയമാം നിന്റെ അവതാര രൂപം, മഹനീയമാം നിന്റെ അവതാര രൂപം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ പ്രഹ്ലാദ കഥ കേട്ടുണർന്നു ഉള്ളിൽ നരസിംഹരൂപം ഉയർന്നു. ക്ഷിപ്രപ്രസാദിയാം നരസിംഹമൂർത്തിയെ പ്രണമിക്കും ജീവിതം ധന്യം, പ്രണമിക്കും ജീവിതം ധന്യം, പ്രണമിക്കും ജീവിതം ധന്യം, പ്രണമിക്കും ജീവിതം ധന്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ബോലോ നരസിംഹമൂർത്തി ഭഗവാന് കീ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നന്നായിട്ട് കൈയടിച്ച് വേണം നമ്മൾ കീർത്തനത്തിൽ പങ്കെടുക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശരണമേ ഗണേ കൃഷ്ണ, ശരണമേ ഗണേ, 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 ശരണമേ ഗണേ കൃഷ്ണ, ശരണമേ ഗണേ. നന്ദകിശോര കൃഷ്ണ, നന്ദഗോപാല, വന്ദിതരൂപ കൃഷ്ണ, വൃന്ദാവനവാല, ഇന്ദ്രപൂജിത കൃഷ്ണ, ചന്ദ്രവംശജ, ആടിവാകണ കളിയാടിവാകണ. ശരണമേ ഗണേ, ശരണമേ ഗണേ കൃഷ്ണ, ശരണമേ ഗണേ, ശരണമേ ഗണേ കൃഷ്ണ, ശരണമേ ഗണേ. പങ്കജനേത്ര കൃഷ്ണ, പങ്കജപാദ, പങ്കനാശന കൃഷ്ണ, ശങ്കരപാണി,
നാമസങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ഇങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള. കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല. ദേവ ജയ ജയ ഭാഗവത. ജയ 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 രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവ ജയ ജയ ഭാഗവത. ദിനവനീതഹര കൃഷ്ണ തരുണീ ചിത്തഹര. ദയയാ പാലയ ദാമോദര ഹരി തുളസീധാമഹര. ദേവ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത. ദേവ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവ ജയ ജയ ഭാഗവത. ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപീജനരമണ. കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവദന. ദേവ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ. നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭവരദ. ദേവ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത. ദേവ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക. പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ. ദേവ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത. ദേവ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവ ജയ ജയ രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. ഗുരുപവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദന രാമ രാഘവ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. അമ്മേ ശരണം മേ തവ ചരണയുഗം. ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം. അഞ്ജനപുത്ര വായുകുമാര ശരണം മേ തവ ചരണയുഗം. കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദന രാമ രാഘവ ശരണം മേ തവ ചരണയുഗം. കാനനവാസ പൊന്നയ്യപ്പ ശരണം മേ തവ ചരണയുഗം. സ്വാമി ശരണം മേ തവ ചരണയുഗം. ശങ്കരായ 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 മംഗളം. ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം.
രാധാകൃഷ്ണമംഗളം 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 രാധാകൃഷ്ണമംഗളം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ബോലോ നരസിംഹമൂർത്തി ഭഗവാൻ കീ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നോയിഡ അയ്യപ്പൻ ടെമ്പിളിലാണ്. ഇവിടെ ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഇവിടെ ഞാൻ ഡൽഹിയിൽ 3ാമത്തെ സപ്താഹമാണ്. ആദ്യം വന്നത് ദിൽഷാദ് ഗാർഡനിലാണ്. പിന്നെ മയൂർ വിഹാർ ഉത്തരകൊരിയ അയ്യപ്പൻ ടെമ്പിൾ ചെയ്തു. അവിടെ നിന്നാണ് 3ാമത് സപ്താഹം ഇവിടെ നമ്മുടെ നോയിഡ അമ്പലത്തിലേക്ക് വരുന്നത്. നന്ദൻജിയാണ് ഞാൻ മയൂർ വിഹാറിൽ വന്നപ്പോൾ എന്നെ കണ്ടതും ഇവിടേക്ക് ക്ഷണിച്ചതും നന്ദൻജിയാണ്. വളരെ നല്ല അനുഭവമാണ്. ഇന്ന് ഞങ്ങൾക്ക് 3ാമത്തെ ദിവസമാണ്. നരസിംഹാവതാരമാണ് ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്നത്. ഇവിടെയുള്ള ഭക്തജനങ്ങൾ ശരിക്കും എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചു. കാരണം നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ശ്രോതാക്കളാണ്. എപ്പോഴും ഒരു സപ്താഹത്തിന് നമ്മളെ ആകർഷിക്കുന്ന അതാണ്, നല്ല ശ്രോതാക്കൾ. ആ ശ്രോതാക്കൾ നന്നാകുമ്പോൾ വക്താവിനും പറയാനുള്ളൊരു ഉത്സാഹം ഉണ്ടാകും. അങ്ങനെ ഇവിടെ നമ്മൾ നോക്കുമ്പം ഏറ്റവും നല്ല ശ്രോതാക്കളെയാണ് നമുക്ക് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഈ അമ്പലത്തിലെ കമ്മിറ്റിക്കാർ എല്ലാവരും തന്നെ, നന്ദൻജി മറ്റെല്ലാവരും നമ്മളോട് വളരെ സ്നേഹത്തോടും ആദരവോടും അതുപോലെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വേണ്ട സമയത്ത് വേണ്ടുന്നത് പോലെ ചെയ്തു തരുന്നുണ്ട്. പലയിടത്തും നമുക്ക് പല പല അനുഭവങ്ങളായിരിക്കും. എങ്കിലും ഇവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ യാതൊരു കുറവും പറയാനില്ല, എല്ലാം നിറവേ പറയാനുള്ളൂ. അത്രയ്ക്കും നല്ല രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും. ഈ ഒരു സപ്താഹത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ഏകദേശം 30 സപ്താഹത്തോളമായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്ന് വരേക്കും ഇപ്പോൾ 3ാമത്തെ ദിവസം വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി നാളെ കൃഷ്ണാവതാരമാണ്, അതും ഗംഭീരമാക്കണം. അതേപോലെ തന്നെ എന്നോട് കൂടെ പാരായണം ചെയ്യാൻ വന്നത് തങ്കം എന്നൊരു വ്യക്തി, പാലക്കാട്ടുകാർ. പൂജയും ഇപ്പോൾ ഭജനെല്ലാം പാടുന്നതെല്ലാം, പാരായണവും പൂജയും ഭജനം എല്ലാം അലങ്കാരങ്ങളും എല്ലാം ചെയ്യുന്നത് വിഷ്ണു കോട്ടയംകാരൻ എൻ്റെ കൂടെ ഒപ്പം എപ്പോഴും സഹകരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ള സഹകരണം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അമ്പലത്തിൽ വരാനും ഇവിടെ ഇങ്ങനെ ഒരു സപ്താഹത്തിൽ പങ്കെടുക്കാനും ചെയ്യാനും ഒക്കെ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ്. അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലും ദിവസം പോകുന്നുണ്ട്. അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് ഐശ്വര്യം, ഏറ്റവും കൂടുതൽ ഐശ്വര്യം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ നടത്തിപ്പുകാരുടെ ആ ഒരു
ഡെഡിക്കേഷൻ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്നത് നന്ദൻജിയുടെ പേരാണ്. അദ്ദേഹം ഇന്ന് വന്നപ്പോൾ മറ്റുള്ളവരും പറഞ്ഞു, അത്ര ഉത്സാഹത്തോടു കൂടി, എന്തൊരു ഉത്സാഹമാണ് അല്ലേ, ഉത്സാഹത്തോട് 25 വർഷമായിട്ട് പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരു പദവിയിൽ 25 വർഷം നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത്രയ്ക്കും ആത്മാർത്ഥമായിരിക്കണം. അങ്ങനെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് മറ്റെല്ലാവരും നല്ല രീതിയിലാണ് സഹകരിക്കുന്നതെന്നൊക്കെ. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു സപ്താഹത്തിനായിട്ട് ഇവിടെ വീണ്ടും വരാനുള്ള സന്ദർഭം ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഘ്നേശ്വരനെ വണങ്ങിക്കൊണ്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടെ കൃഷ്ണായ വിനോദ് നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന നൃത്ത ശില്പം ഇവിടെ ആരംഭിക്കുകയാണ്. വിഘ്നേശം പ്രമഥാധിപം ഗണപതിം एकदन्तादिदेवं सिद्धेशं परशुधरं शिवसुतं विद्याप्रदं मङ्गलम्. किरण पूरितवदनं गणेशं सहस्रकोटि किरण पूरितवदनं गणेशं कुम्भेन्द्रं शरवण सहजादिदेवं गजमुखम् शरवण सहजादिदेवो गजमुखं सहस्रकोटि किरण पूरित वदनं गणेशम्.
അടുത്തതായി ഹരേ ശ്യാമ ഹരേ എന്ന മനോഹര ഗാനത്തിന് മനങ്ങളും കവരുന്ന നൃത്ത ചുവടുകളുമായി രംഗത്ത് പ്രവേശിക്കുന്നു. ഹരേ हरे चलिए कुंजन तुम हम मिल श्याम हरे हम मिल श्याम हरे हरे चलिए कुंजन तुम हम मिल श्याम हरे അടുത്തതായി മറ്റൊരു രാധാകൃഷ്ണ സംഘയുടെ ജീവൻ പകരുകയാണ്. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലവിന്റെ ശീതളമായ പൂളിരം തുളുമ്പിൽ ഞരമ്പിൽ
സോമലതിക പിഴിഞ്ഞലകരി ചന്തം കാളിന്തീനാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലാവിന്റെ ശീതളമായ പുളിനം തുളുമ്പി ഞരമ്പിൽ സോമലതിക പിഴിഞ്ഞലകരി ചന്തം കാളിന്റെ നാദം ഗോപി സംഗീതം രാസലീലാരസം ചടുലമാകുന്നുവോ യദുകുല കഥയിലെ മധുമയ പദചലനം ചന്തം കാളിന്റെ നാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലാവിന്റെ ശീതളമായ പുളിനം ചന്തം കാളിന്തീനാദം ഗോപി സംഗീതം തത്തിത്തകതിമിതാം തതിക്കിണ്ണത്തു തകതി തകതിമിതാം തതിക്കിണ്ണത്തു തരികിട തകതിമിതാം തതിക്കിണ്ണത്തു താം തതിക്കിണ്ണത്തു താം തതിക്കിണ്ണത്തു തദ്ദിം തദിം തകിട തകജം തദ്ദിം തദിം തദിം തജം തകിട തകതിമി തകജം തദിം തകിടജം സരിഗ മദനി സരിന മഗരിഗ മദനി സാനി മദനി സരിഗ ദദനി സമദനി ഗമഗരി സരിഗ മഗരി ഗമദ മഗ ഗമദനി മദനി സനി ദദനി സരി സനി നി സരി ഗമഗരി സനി സനി ദരി ഗരി ഗരി സമ ദമ ദമ ഗദ നിദ മദനി സാസ 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 സനി ദനി നി 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 സാസ 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 സനി ദനി നി 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 മഗരി ഗരി സരി ഗമ ഗമ ദനി ദമ ദമ ഗമ ദനി ദനി സരി 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 ദനി ദമ ഗമ ഗരി ഗമ ഗമ ദമ ദനി ദനി സരി 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 ഗരി 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 മഗ ദമ ഗിദ സരി നി സരി മാ അടുത്തതായി എല്ലാവരുടെയും അമ്മയായി വാഴുന്ന കൊടുങ്ങല്ലൂർ അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നൃത്തച്ചുവടുകൾ ഇവിടെ തുടങ്ങുകയാണ്. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് എരിവെറ്റിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ് ജടകെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര് കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ്
കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ദിക്കുകൾ നാലട്ടും പൊട്ടിയടരും പടക്കോപ്പുകൾ കൂടുന്നേ. കലികാലത്തിൻ പോർക്കലി തീർപ്പാൻ ശ്രീനകലി നീ വേണം. കുടിതാളത്തിലാടിയ താരന്റെ ഈ മകളെ ശ്രീ കുറുമ്പേ, ഈ മകളെ ശ്രീ കുറുമ്പേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. അടുത്തതായി വീണ പുസ്തകധാരിണി എന്ന ദേവിയുടെ ഗാനമാണ് അവതരിപ്പിക്കുന്നത്. सेवित पाद पंकजा करे विराजत कमनीय पुस्तका. विरिंचि पत्नी कमलासन स्थिता सरस्वती नृत्यतु वाचि मे सदा 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 सदा. पुस्तकधारिणी वरवीणा पुस्तकधारिणी वाणी मंगलकारिणी चदुलराणी योगविचारिणी भवती विद्यां देहि तीर्चवे ज्ञानार्ति भवितकु वासट नीवे बासरवासिनी वीणा पुस्तकधारिणी वरवीणा पुस्तकधारिणी.
ശൈലസുതേ രമ്യകപർദ്ധിനി ശൈലസുതേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ ചന്ദ്രകാന്തമണി ഖണ്ഡകാന്തി അണിയും സ്വരവരദായികേ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ ഹൃദയ കമലമതിൽ ലയന മധുരമയ ലളിത നടനമൊടെ നിൻ രൂപം അഴകിലലിയും ഒരു സുമുഖ സുധ പകരും അമര ഗമനമൊടെ കാണൂ ഞാൻ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ സൗവർണികാമൃത തീർത്ഥത്തിൽ മുങ്ങിയും സംസാര സാഗരത്തിൽ സാന്ത്വനം നിറച്ചും സൗവർണികാമൃത തീർത്ഥത്തിൽ മുങ്ങിയും സംസാര സാഗരത്തിൽ സാന്ത്വനം നിറച്ചും ആദിത്യ ചന്ദ്രന്മാരാൽ സേവിച്ചു വാഴുമെൻ മാതൃസ്വരൂപിണി മനസ്സിൽ വിളങ്ങേണം വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ ചന്ദ്രകാന്തമണി ഖണ്ഡകാന്തി അണിയും സ്വരവരദായികേ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ ഹൃദയ കമലമതിൽ ലയന മധുരമയ ലളിത നടനമൊടെ നിൻ രൂപം അഴകിലലിയും ഒരു സുമുഖ സുധ പകരും അമര ഗമനമൊടെ കാണൂ ഞാൻ വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ അടുത്തത് ഭൈരവനെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു നൃത്തരംഗമാണ്. ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ ആദിയായി നടന്ന ധൂമേ ഭൈരവനാകുന്നേ യോഗിയായി നടന്ന ധൂമേ ഭൈരവനാകുന്നേ യോഗിമുദ്ര ധരിച്ച ധൂമേ ഭൈരവനാകുന്നേ
ഭൈരവനാകുന്നേ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ಪಿರಾಗಧರ ಸುಂದರತರ ಪಿರಾಗ ಧರಗರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. जातमवदनं गङ्गाचन्द्रसमागमतीर्थं प्रणवं नादमयुणरुं तुडियो वेदकलामृतपुण्यं प्रकृतियुं निन्निल विकृतियुं निन्निल स्वरங்களிലായി ലയങ്ങളിലായി ശക്തി സ്വരൂപം. ഓം ശിവോഹം ശ്രീ ശിവോഹം ഓം ശിവോഹം രുദ്രം ശ്രീകരം. ಉರಳಲಿ ವಸಿಮರುದ್ರಾಕ್ಷವು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ತನದಾನಂ ತದಾನಂ ತದಾನಂ ದಾನಂ ತನಂ ದಾನಂ ತನದಾನಂ ತದಾನಂ ತದಾನಂ ದಾನಂ 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 ತದಾನಂ ತದಾನಂ ತದಾನಂ
മണ്ണും പെണ്ണും മിന്നും എന്നും ഈ ലോകരക്ഷയ്ക്കായി നിലകൊള്ളുന്ന ഒരു ശക്തി തന്നെയാണ്. ഇവരെ പൂജിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമാണ്. നടനമോട് ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയിരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട്. അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര്. മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ നെയ്യായി പൊയ്യായി മാറി ചൊരിയ. കാലിടറുമ്പോഴും എന്നെ കാത്തരുളുന്നോരമ്മേ. മൂലോകം പോറ്റുന്നോളെ മുക്കാലം തീർക്കുന്നോളെ മുക്തിയും നീയല്ലേ. മുത്തോലക്കോലം കെട്ടി ചിത്തൈതയാടുന്നോളെ സത്യവും നീയല്ലേ. പടിയുണര് പടയമുണര് പടകമൊടുടമരുകമുണരുണര് കിടയുണര് കടകമുണര് ചടിതി തവ തുടുമിഴി മുടിവുണര്. അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര്. മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ നെയ്യായി പൊയ്യായി മാറി ചൊരിയ. ചടുല നടനമൊടു ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയിരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട്. അടവി ഞെട്ടിയുണരുന്ന ഗർജനവും അമരപാദമണിയുന്ന പൊൻതളയും ഉടലിലിട്ടൊരരുണാസ്തിമാലകളും ഇളകിടുന്ന ചിടപടലവും കൊടിയും ഇടയും ഉഗ്ര നടനമാടുകെന്നേ. प्रणवामृतवारी परिपालय परमेशी कमलालय श्रीदेवी अभयाम्बिका करुणाम्बुराशी. धीं तारा धीं धीं तारा चडुलमाय गानमाय നടനമാய் നിറയണേ നാമശരങ്ങളിൽ ഓതുങ്ങുമോ പ്രാണങ്ങൾ നിൻ ദിവ്യപാദാംശു. ശരണം നീ ജനനി നാദവിമോഹിനി ഭുവനപാലിനിയേ. അനാഥരക്ഷകനീ ജനികാരകി ത്രിപുരമനോഹരിയേ.
നിരന്തരം വീഴു ഹവിസ്സു പോലഗ്നിയിൽ ഏതോ പാദങ്ങളിൽ നിർമാല്യമായി വീണുമായുന്നിതോ മുഖമായി ദേഹമിതോ കോവിലു പോൽ പാവനമെന്നാൽ വാനരരോ തീരിയിടും തൂമലർമാല യുഗശതമായി തലമുറകൾ നീരുമി ജ്വാലണയ്ക്കുമോ നീ വരദേ ധീം താന ചടുലമായി ഗാനമായി നടനമായി നിറയണേ നാമശതങ്ങളിൽ ഒതുങ്ങുമോ പ്രാണങ്ങൾ ദിവ്യ പാദാംശു ശരണം നീ ജനനി നാദവിമോഹിനി ഭുവന പാലിനിയേ അനാഥ രക്ഷകനീ ജനികാരകി ത്രിപുര മനോഹരിയേ श्रीरामचन्द्र कृपालु भजु मन हरण भव भय दारुणं श्रीरामचन्द्र कृपालु भजु मन हरण भव भय दारुणं नव कंज लोचन कंज मुख कर कंज पद कंजारुणं श्रीरामचन्द्र कृपालु भजु मन कंदर्प अगणित अमित छवि नवनील नीरद सुन्दरं पटपीत मानव गणित रुचि शुचि नौमि जनक सुतावरं कंदर्प अगणित अमित छवि नवनील नीरद सुन्दरं पटपीत मानव तडित रुचि शुचि नौमि जनक सुतावरं श्रीरामचन्द्र कृपालु भजु मन भजु दीन बन्धु दिनेश दानव दैत्य वंश निकन्दनं रघुनन्द आनन्द कन्द कौशल चन्द दशरथ नन्दनं भजु दीन बन्धु दिनेश दानव दैत्य वंश निकन्दनं रघुनन्द आनन्द कन्द कौशल चन्द दशरथ नन्दनं श्रीरामचन्द्र कृपालु भजु मन അടുത്ത ഒരു അയ്യപ്പ ഗാനത്തോടുകൂടി പ്രോഗ്രാം ഇവിടെ തീരുന്നതായിരിക്കും. ഇവിടെ ഈ ലാസ്യം ടീമിന് അവസരമൊരുക്കി തന്ന ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കും അതിന് വഴിയൊരുക്കിയ മധുജിക്കും ലാസ്യം ടീമിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവരുടെ പെർഫോമൻസ് വെച്ച്
അവർക്ക് പൂർണ്ണമായി സംതൃപ്തിയോടെ അല്ല ഇതുകൂടെ അവതരിപ്പിക്കുന്നത്. കാരണം അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് സമയപരിധി കുറവായിരുന്നു, കുട്ടികളുടെ എക്സാമൊക്കെ ആയിരുന്നു, പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ തൃപ്തിക്കനുസരിച്ച് ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു അവസരം നിങ്ങൾ ഇവർക്ക് കൊടുക്കണമെന്ന് ഇപ്പം ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. ഗണപതി തുണയരുളുക താണു വണങ്ങാം, തകതിമി തകതകിലടി പേട്ട തുടങ്ങാം. ഗണപതി തുണയരുളുക താണു വണങ്ങാം, തകതിമി തകതകിലടി പേട്ട തുടങ്ങാം. വൻപുലി മേലേറി വരും ഏഴകളെ കാത്തരുളും നായകനെ ശ്രീമണികണ്ഠ. മോഹിനി തൻ പൊന്മകനെ ശ്രീകരനും നന്ദനരെ നീ ശരണം കരികരസുതനെ. അമ്പേന്തി കൊമ്പേന്തി ചായങ്ങൾ പൂസും നീ അനുവാദം തന്നരുളണമേ. സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം. ഗണപതി തുണയരുളുക താണു വണങ്ങാം, തകതിമി തകതകിലടി പേട്ട തുടങ്ങാം. മഹിഷിയെ കൊല്ലാനായി പിറന്ന ബാല, മഹിയുടെ രക്ഷയ്ക്കായി തെളിഞ്ഞ ദേവ. കരങ്ങളിൽ വില്ലോടെ ശരങ്ങളോടെ പടയ്ക്കു നീ പോയില്ലേ ശബരിനാഥ. ഒടുക്കി നീ അമ്പാലെ അഹന്തയെല്ലാം കുറിച്ചു നീ അയ്യപ്പ ചരിതമില്ല. പുലികളെ ഒന്നോടെ നയിച്ചു വീര, തിരിച്ചു വന്നെത്തിയിലെ ശിവകുമാര. വേട്ട പോയോനെ നേട്ടം കൊണ്ടാടാൻ പേട്ട കെട്ടുന്നേ സ്വാമിയേ. പേട്ട തുള്ളുന്ന സ്വാമിമാർക്കെല്ലാം മോക്ഷം നൽകേനെ അയ്യനെ. അമ്പേന്തി കൊമ്പേന്തി ചായങ്ങൾ പൂശുന്നേ അനുവാദം തന്നരുളണമേ. സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം. ഗണപതി തുണയരുളുക താണു വണങ്ങാം, തകതിമി തകതകിലടി പേട്ട തുടങ്ങാം. ഗണപതി തുണയരുളുക താണു വണങ്ങാം, തകതിമി തകതകിലടി പേട്ട തുടങ്ങാം. വൻപുലി മേലേറി വരും മേഴകളെ കാത്തരുളും നായകനെ ശ്രീമണികണ്ഠ. മോഹിനിതൻ പൊന്മകനെ ശ്രീഹരനും നന്ദനനെ നീ ശരണം ഹരിഹരസുതനെ. അമ്പേന്തി കൊമ്പേന്തി ചായങ്ങൾ പൂശുന്നേ അനുവാദം തന്നരുളണമേ. സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം തോം, സ്വാമി തിണ്ടകത്തോം തോം അയ്യപ്പ തിണ്ടകത്തോം. ഇന്നിവിടെ ഈ നൃത്തശില്പത്തിൽ പങ്കെടുത്തത് കൃഷ്ണായ മേനോൻ, ക്രിസ്റ്റീന കുര്യോക്കോസ്, ശ്രേയ കെ വി, ജിതു പണിക്കർ, വൈഷ്ണവി ശിവശങ്കരൻ, പ്രണവ് പ്രമോദ്, ഋഗ്വേദ് ഏക. ഇവരിൽ പലരും സ്ഥിരമായി ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന കുട്ടികളൊന്നുമല്ല. ഒന്ന് രണ്ട് പേരാണ് ഇതിൽ ഡാൻസ് അഭ്യസിക്കുന്നത്, അതിപ്പോഴും അഭ്യസിക്കുന്നില്ല. എന്നിരുന്നാലും അവർക്ക് കഴിയാവുന്ന രീതിയിൽ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവർക്കും അവർക്ക് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ എല്ലാവർക്കും നന്ദി. ഇത്രയും നല്ല പ്രോഗ്രാം സംഘടിപ്പിച്ച നൃത്തശില്പം പ്രസന്റഡ് ബൈ ദാസയം ടീം. പ്ലീസ്
കൃഷ്ണ എം മേനോനോട് അവരുടെ ശിഷ്യഗണങ്ങളോടും ഇവിടെ കൂടിയുള്ള എല്ലാ ഭക്തജനങ്ങളോടും ക്ഷേത്രത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും നിങ്ങളുടെ പരിപാടികളിലൂടെ ഉണ്ടാവട്ടെ എന്ന് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് അവസരം തരുന്നതാണ്. സ്വാമിയെ ശരണമയ്യപ്പ. കൃഷ്ണ മാഡത്തിന് അമ്പലത്തിൻ്റെ പ്രസാദം കൊടുക്കുന്നതിനായി ക്ഷേത്ര പ്രസിഡന്റ് TP നന്ദൻജി സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൃഷ്ണ എം മേനോ. വൈഷ്ണവി ശിവശങ്കരൻ. ക്രിസ്റ്റിന കുര്യാക്കോസ്. ശ്രേയ KV. വിധു പണിക്കർ. പ്രണയ പ്രമോദ്. ഋഗ്വേദ AR.